ഇപ്പോൾ അവർക്ക് എങ്ങോട്ടേക്കൊക്കെയാണ് മാറ്റിയത്? നമുക്ക് മീഡിയ കാണാം. ആദ്യം എല്ലാവരും ഒന്ന് സൈഡിലോട്ട് നിന്നാലേ അവിടെ നിന്ന് കുറച്ച് രോഗികളെ മാറ്റിയാണ്, കുറച്ച് എക്യുപ്മെന്റ്സ് മാറ്റുന്നുണ്ട്. നമ്മൾ ആ സ്പേസ് കൊടുത്തിരിക്കുക, വേണേൽ കുറച്ച് പിറകോട്ടിരിക്കാം. നിങ്ങൾ കുറച്ച് പിറകോട്ടില്ലേ? എല്ലാം പറയാം കുറച്ച് സൈഡിലോട്ട് നിന്നാലേ. ശ്രീത്ത് തുടരുന്ന ശ്രീത്ത്, ഏതായാലും ആ ഒരു വലിയ ആശങ്കയുടെ സാഹചര്യമില്ല. രോഗികളെ സുരക്ഷിതരായി മാറ്റിയെന്ന് ഉറപ്പിക്കാം അല്ലേ? ഗോകുൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ 1-ാം നിലയിലെ വാർഡിലാണ് ഈ തീപിടുത്തമുണ്ടായത്. വെന്റിലേറ്ററിലെ മെഷീനിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന പ്രാഥമിക വിവരം. അവിടെ നിന്ന് തീയും പുകയും വമിക്കുന്നത് കണ്ട് ഓക്സിജൻ സംവിധാനം ഓഫാക്കി. ഓക്സിജൻ പ്രവർത്തിക്കുന്നത് തീപിടുത്തം വ്യാപിക്കാൻ കാരണമാകുമെന്ന വിലയിരുത്തലായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്തായാലും അതോടൊപ്പം തന്നെ രോഗികളെ മാറ്റി ജീവൻരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളായിരുന്നു അവർ. അവരെ വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ മറ്റു വാർഡുകളിൽ ആശങ്കകളൊന്നും വേണ്ട. DME എന്നോടൊപ്പം ഉണ്ട്. തീപിടിച്ച സ്ഥലത്ത് ഞങ്ങൾ നേരിട്ടെത്തി ഫയർഫോഴ്സ് മേധാവിമാരുമായിട്ട് സംസാരിച്ചു. അതായത് ഒരു ബെഡിലെ സർജിക്കൽ ICUവിൽ ഒരു വെന്റിലേറ്ററിൽ നിന്നും സ്പാർക്ക് ഉണ്ടായി. ഒരു വെന്റിലേറ്ററിന് ഉള്ളിൽ നിന്ന് വന്ന തീ ഒരു ബെഡിലേക്ക്, അതിൻ്റെ ഭാഗത്താണ് ആ തീ കണ്ടത്. ഉടൻ തന്നെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഇവർ ഓക്സിജൻ കട്ട് ചെയ്തു. ആ ഒരു ബെഡിൽ മാത്രമാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഒരു സ്പാർക്ക് ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് പുകയുണ്ടായി. അടച്ചിട്ട മുറി ആയതുകൊണ്ട് പെട്ടെന്ന് പുകയുണ്ടായി. ഒരു ട്രോമ കെയർ ICU ആണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ രോഗികളെയും മെഡിക്കൽ ICUയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരാളിനും തന്നെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഉപകരണങ്ങൾ കത്തിയ കുറച്ച് ഉപകരണങ്ങൾ, ഡാമേജ് വന്ന ഉപകരണങ്ങൾ ഇപ്പോൾ മാറ്റുന്ന തിരക്കിലാണ്. എല്ലാ രോഗികളെയും മാറ്റി. മറ്റൊന്ന്, വേറെ ഇപ്പോൾ ഓക്സിജൻ കട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് വേറെ ICUവിൻ്റെ ഒന്നും പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. അവിടെ എല്ലാം നിയന്ത്രണ വിധേയമായിട്ടാണുള്ളത്. നമ്മളങ്ങനെ പാനിക്കാവേണ്ട ആവശ്യമില്ല. രോഗികളൊക്കെ വളരെ സേഫാണ്. മറ്റൊരു ICU തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ 100 പേരെ കിടത്താനുള്ള ഒരു ICU തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് മാറ്റാൻ സാധിച്ചു. യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല. എല്ലാ രോഗികളും സേഫാണ്. മാറ്റിയിട്ടുണ്ട്, എല്ലാവരും മാറ്റി. അതിനകത്തുള്ള എല്ലാവരും മാറ്റി. ഇനി കേടുപാട് വളർന്ന ചില ഉപകരണങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് മാറ്റുക. അതിനാണ് നമ്മൾ സ്പേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തോ ആ ബ്ലോക്ക് ഒഴിപ്പിച്ചു. അതിന് മുകളിൽ തയ്യാറായിരുന്ന ഒരു ICU ഉണ്ട്, അത് അങ്ങോട്ട് മാറ്റാൻ സാധിച്ചു. എല്ലാ പേഷ്യൻസും സ്റ്റേബിളാണ്. കൂടുതൽ ഡോക്ടർമാരെത്തി കൃത്യമായ പരിശോധന നടത്തി വരുന്നു. DME ഒക്കെ മുഴുവൻ അവിടെ ഉണ്ട്. അത് അവരോട് ഞങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ കൂടെ ഉണ്ട്. ഞാൻ നേരിട്ട് അവരോട് സംസാരിക്കാം. മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത കണ്ടിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ വിളിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എല്ലാ ഡോക്ടർമാരോടും ഫയർഫോഴ്സ് മേധാവികളോട് സംസാരിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഒരാശങ്കയ്ക്കും വകയില്ല. രോഗികളൊക്കെ സേഫാണ്. എല്ലാവരെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹൗസ് സർജന്മാരുണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചു. അല്ല, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പലരും ആശങ്കപ്പെട്ടു. പക്ഷേ ആ ഒരു വെന്റിലേറ്ററിൽ മാത്രമാണ് സ്പാർക്ക് കണ്ടത്. ഇനി സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ ഇത് കണ്ട സാഹചര്യത്തിൽ ടെക്നീഷ്യനെ വിളിച്ച് എല്ലാം പരിശോധിക്കുകയാണ്. എല്ലാ ICUവിലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇലക്ട്രിക്കലായിട്ടും അതെ വരുന്നു. ഞാനൊന്നും മേലോട്ട് മാറ്റാൻ പറ്റിയത് മെഡിക്കൽ ICUവിലായിരുന്നു. അവിടെ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് മാറ്റി. ഇനി ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് അതാത് ICUവിലേക്ക് മാറ്റുവാനുള്ള പരിശോധന നിരവധി ഡോക്ടർമാരോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവും ബാക്കി എല്ലാം കൃത്യമായിട്ട് പറയാം. ഇതൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.